ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലോക ലഹരി വിരുദ്ധ ദിന ക്വിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ. ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ്? ആൻസർ ജൂൺ 26. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറുപ്പ് യുദ്ധം. ഐക്യരാഷ്ട്രസഭ ഏത് വർഷം മുതലാണ് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനമെടുത്തത്? 1989. ലഹരി വർജനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ രൂപീകരിച്ച പദ്ധതി ഏത്? വിമുക്തി. കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ്? ആൻസർ ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗറിൻ്റെ നിറം എന്താണ്? വെള്ള. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏത്? കൂളിമാട്, കോഴിക്കോട് ജില്ലയിലെ കൂളിമാട്. ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏതാണ്? ഭൂട്ടാൻ. പുകയില പൂർണ്ണമായും നിരോധിച്ച ആദ്യ രാജ്യമാണ് ഭൂട്ടാൻ. 2024 ഇത് നിരോധിച്ചത്. ഭൂട്ടാൻ നമ്മുടെ ഇന്ത്യയുടെ അയൽരാജ്യം കൂടിയാണ് അല്ലേ. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഏത്? ഗരിഫേമ, നാഗാലാൻഡിലെ ഗരിഫേമ. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏത്? ആൻസർ കോട്ടയം. കേരളത്തിലെ ആദ്യ പുകയില പരസ്യ വിമുക്ത ജില്ല ഏത്? ആൻസർ തിരുവനന്തപുരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ആന്ധ്രാപ്രദേശ്. പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ആൻസർ ചൈന. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല ഏതാണ്? കാസർഗോഡ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന മാരക വിഷം ഏതാണ്? ആൻസർ നിക്കോട്ടിൻ. പുകയിലയിലെ പ്രധാന വിഷവസ്തുവായ നിക്കോട്ടിന് ആ പേര് വന്നത് ആരുടെ പേരിൽ നിന്നാണ്? ആൻസർ ജീൻ നിക്കോട്ട്. പുകയിലയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന മാരക രോഗം ഏത്? ആൻസർ ശ്വാസകോശ ക്യാൻസർ. നിക്കോട്ടിൻ ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ആൻസർ അഡ്രീനൽ ഗ്രന്ഥി. പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ്? പോർച്ചുഗീസുകാർ. പുകയിലയുടെ ജന്മദേശം എവിടെയാണ്? ആൻസർ തെക്കേ അമേരിക്ക. നോട്ട് മീ ബട്ട് യു എന്ന ആപ്തവാക്യം ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെതാണ്? ആൻസർ NSS. മദ്യവും പുകയിലയും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ലഹരി വസ്തു ഏതാണ്? ആൻസർ കഞ്ചാവ്. കഞ്ചാവ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഇടുക്കി. വൈപ്പിൻ മദ്യ ദുരന്തം നടന്ന വർഷം ഏത്? 1982. വിമുക്തിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ആൻസർ എക്സൈസ് മന്ത്രി. മദ്യം തലച്ചോറിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സെറിബെല്ലം. മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം ഏതാണ്? ആൻസർ മീഥൈൽ ആൽക്കഹോൾ. മദ്യത്തിനും മറ്റു ലഹരി വസ്തുക്കളുടെയും നിരോധനത്തിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ആൻസർ ആർട്ടിക്കിൾ 47. മദ്യം എല്ലാ തിന്മകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിച്ച ഗ്രന്ഥമേത്? ആൻസർ വിശുദ്ധ ഖുർആൻ. മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ആൻസർ കരൾ. മദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ദുർഭൂതമേ, നിന്നെ വിളിക്കാൻ മറ്റു പേരുകളില്ലെങ്കിൽ ഞാൻ നിന്നെ ചെകുത്താൻ എന്ന് വിളിക്കും. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ വില്യം ഷേക്സ്പിയർ. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ശ്രീനാരായണ ഗുരു. ഏതു പദത്തിൽ നിന്നാണ് ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത്? ആൻസർ അൽ കുഹൂൽ. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഏതാണ്? കഫീൻ. ആൽക്കഹോൾ എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? അറബി. അറബിയിലെ അൽകുഹൂൽ എന്ന ഭാഷയിൽ നിന്നാണ് ആൽക്കഹോൾ ഉണ്ടായത്. മദ്യപാനം മൂലം കരളിനെ ബാധിക്കുന്ന രോഗം ഏതാണ്? സിറോസിസ്. കറുപ്പ് വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? പോപ്പിച്ചെടി. വിമുക്തി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്?
സച്ചിൻ ടെണ്ടുൽക്കർ. മദ്യനിരോധനമുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ആൻസർ ഗുജറാത്ത്. പുകയില വിരുദ്ധ ദിനം എന്നാണ്? മെയ് 31. നിക്കോട്ടിൻ ഉണ്ടാകുന്നത് പുകയില ചെടിയുടെ ഏതു ഭാഗത്തിൽ നിന്നാണ്? വേരിൽ നിന്ന്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വാതകം ഏത്? കാർബൺ മോണോക്സൈഡ്. പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കരുതെന്ന് ഹൈക്കോടതി വിധിയുണ്ടായ വർഷം ഏത്? 1999. കേരളത്തിൽ ചാരായം നിരോധിച്ച വർഷം ഏത്? 1996. ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പൊതുപ്രതീകം എന്താണ്? പുതിയ പൂക്കളുള്ള ആഷ്ട്രേകൾ. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും എത്ര ദൂരപരിധിയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിട്ടുള്ളത്? 100 വാര. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത പഞ്ചായത്ത് ഏതാണ്? കാഞ്ചിയാർ, ഇടുക്കി. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏതാണ്? കോഴിക്കോട്. മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം ഏതാണ്? ബ്രാൻഡി. സ്കൂൾ കോളേജ് ക്യാമ്പസുകളെ ലഹരിമുക്തമാക്കാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഉണർവ്. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലിലൂടെ GK ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം.